എന്തൊക്കെയൊക്കെ പോയി ഒരു കറണ്ടൊക്കെ അടിച്ച് മമ്മൂക്കനെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് മമ്മൂക്കനെ ഞാൻ നേരിട്ട് കണ്ടപ്പോ എന്റെ കിളിയൊക്കെ ഇതുപോലെ പോയതാണ്. അത് പിന്നെ ഞാൻ ഒരു 2 പടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു സമാധാനമുണ്ട്. ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങനെ വിറവലൊന്നും വരില്ല. ഷാറുഖ് ഖാനെ കണ്ടിട്ട് ഔട്ട്, പിച്ച് ഔട്ടായി പോയി. ഞാൻ മൊത്തത്തിൽ ഔട്ടായി പോയി. ഞാൻ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അടുത്തത് ചേച്ചി ദയവ് ചെയ്ത് ഇനി വരുന്ന ഈ സാധനത്തിന് ചേച്ചി എന്റെ പേര് പറയരുത്. എനിക്കറിയാം ചേച്ചിക്ക് എന്റെ പേര് എനിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ആളാരാണെന്നായിരിക്കും ചോദ്യം. അല്ലേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹാൻസം ആയി തോന്നിയ ഇന്റർവ്യൂ ചെയ്ത സെലിബ്രിറ്റി ഡാഷ് ആണ്. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ട് സുന്ദരനായിട്ട് തോന്നിയ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ 2 പേര്. ഒബ്വിയസ്ലി ഇറ്റ് ഷാറുഖ് ഖാൻ. ഞാൻ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഇന്റർവ്യൂ ചെയ്തത് പരിചയപ്പെട്ടത് പറയാം. അങ്ങനെയാണ് മമ്മൂക്ക. എന്ത് സുന്ദരനാണെന്നറിയാമോ? സിനിമയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. റൊഷാക്ക് മൂവിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരുന്നേ. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റണ്ടേ, പുള്ളിയുടെ ആ ഒരു ഓറയിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. മമ്മൂക്കന് വേണമെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ ഉള്ളിൽ വെറുതെ പ്രൈസ് ചെയ്തോണ്ടിരിക്കാം. ഇന്ന് സുന്ദരനാണ്. പക്ഷെ സൗന്ദര്യത്തിനേക്കാളൊക്കെ മേളില് ഐ ഷുഡ് ടെൽ ദിസ്, സിൻസ് നമ്മൾ മമ്മൂക്ക എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് ഈ സമയത്തും മമ്മൂക്ക എടുക്കുന്ന സ്റ്റാൻഡും മമ്മൂക്ക ചെയ്യുന്ന സിനിമകളും മമ്മൂക്കയുടെ ഓരോ തീരുമാനങ്ങളും ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ഇതൊക്കെ ഓരോ ബെഞ്ച് മാർക്കാണ്. മമ്മൂക്ക ചെയ്യുന്ന ഓരോ സിനിമ ആയിക്കോട്ടെ, അത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ. ഇപ്പൊ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇത്രയും നാള് സൂര്യനായിട്ട് ഉദിച്ചു നിന്ന് ഇപ്പൊ അതിന്റെ പുറകിൽ വേറൊരു സൂര്യനും കൂടെ വന്ന എങ്ങനെ ഇരിക്കും? അത്രയ്ക്കും പ്രകാശം പരത്തുന്ന ഒരു നിലയിലേക്കാണ് മമ്മൂക്ക ഇപ്പൊ നിന്നോണ്ടിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് സിനിമകളുടെ സെലക്ഷൻ, എടുക്കുന്ന ഓരോ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ. ഇപ്പൊ ജൂഡിന്റെ ഒരു വിഷയം വന്നു, അപ്പൊ മമ്മൂക്ക അതില് ഒരു കമന്റ് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മമ്മൂക്ക പറഞ്ഞത്. പക്ഷെ മാറി വരുന്ന സമയപരിതസ്ഥിതിയിൽ ആളുകൾ അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ ഈ സ്ഥാനത്ത് നിന്നിട്ടും ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടും അത് തിരുത്തി അതാരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു. ആ ഒരു സ്റ്റാൻഡ് എടുത്തതിന് സമ്മതിക്കണം. ഇതുപോലൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ മമ്മൂക്കയുടെ പൊസിഷനിൽ നിൽക്കണ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഹി ഈസ് എ ട്രൂ ഹ്യൂമൻ അറ്റ് ഹിസ് ഹാർട്ട്. പച്ച മനുഷ്യൻ, തങ്കം മമ്മൂക്ക. യു ആർ സച്ച് എ ജെം. എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് വീണ്ടും ഭയങ്കര പ്രേമം. അവസാനിക്കുന്നില്ല അവിടെ. അത് തീരില്ലല്ലോ. അടുത്തത് പേരിന് പോലും ജാടയില്ല എന്ന് തോന്നിയ സെലിബ്രിറ്റി ഡാഷ് ആണ്. പേരിന് ജാട വാട്ട് ഈസ് ജാട? എന്താണ് ജാട? അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഒന്നും എന്നോട് ആരും എന്നാലും ഭയങ്കര സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത് ആയിട്ട് തോന്നിയ ഭയങ്കര ഇന്ദ്രൻ ചേട്ടൻ. ഓയോ, ഇന്ദ്രൻ ചേട്ടനോട് സംസാരിച്ചിട്ട് സത്യമായിട്ട് എനിക്കിങ്ങനെ ദൈവമേ, ഈ മനുഷ്യനെയാണോ ഞാൻ ഈ കുഞ്ഞിലായ മുതൽ കണ്ടിട്ടുള്ള ഇത്രയും സിനിമയിൽ അഭിനയിച്ചു? എന്തൊരു പാവാണെന്നറിയാമോ? ഇൻ ദ സെൻസ് ആൾക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല. ആളൊരു സിനിമാ നടനാണെന്ന് പോലും ആൾ ഭാവിക്കില്ല. മോളെ, ഞാൻ ആ ട്രെയിനിൽ വരുമ്പോ ഉണ്ടല്ലോ, അവിടെ ഇന്ന ഒരു കുട്ടി അടുത്തിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, എന്റെ മോൾ അത് ഇത് സംസാരമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ ഒരു വ്യക്തി സംസാരിക്കണം. ഡൗൺ ടു എർത്ത്, വെരി റൂട്ടഡ് ഹി ഈസ്. പക്ഷെ ഹിസ് ടാലന്റ് ഇസ് അപ്പ് ഇൻ ദ സ്കൈ. അത് ഇനിയും യൂസ് ചെയ്യണം കേട്ടോ എല്ലാരും. ഇത് കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കി വേറെ ലെവലാണ് അത്. ഇനി വർക്കിന്റെ ഇടയിൽ ഏറ്റവും ക്ലോസ് ആയ സെലിബ്രിറ്റി, മനസ്സിനോട് ചേർത്ത സെലിബ്രിറ്റി ഡാഷ് ആണ്. വർക്കിന്റെ ഇടയിൽ മേ ബി അത് ഇന്റർവ്യൂസിലായിരിക്കാം, അല്ലെങ്കിൽ വർക്കിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും എപ്പോഴെങ്കിലും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ സ്റ്റാർസിലുള്ള സെലിബ്രിറ്റീസ് എല്ലാവരും ഇപ്പോ മഞ്ജരി, സിത്താര, കൈലാസേട്ടൻ, സ്റ്റീഫൻ. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കും. അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബട്ട് ഐ എം നോട്ട് എ സോഷ്യൽ ബട്ടർഫ്ലൈ ലൈക്ക് ദാറ്റ്. ഞാൻ എപ്പോഴും അങ്ങനെ ഭയങ്കര സർക്കിൾസിൽ ഇല്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് എനിക്കങ്ങനെ പറയാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷൂട്ട് ബ്രേക്സിലൊക്കെ ഒരുമിച്ചിരുന്നൊരു ഫുഡടി ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഇന്ന ആളുടെ പാത്രം എന്നൊന്നുമില്ല, എല്ലാവരും എല്ലാ പാത്രത്തിൽ നിന്നും തിന്നും. ഭയങ്കര രസമാണ് വർത്താനം, ഗോസിപ്പുകൾ, കഥകൾ, ട്രിപ്പ് കഥകൾ, നല്ല രസമാണത്. അപ്പൊ അവര് ഇഷ്ടാണ് ഇപ്പൊ.
ഇനി കയ്യിൽ നിന്ന് പോയ ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ? അനവധി നിരവധി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയാലും ഞാൻ അങ്ങനെ അറിയിക്കില്ല. തകർത്ത് തരിപ്പണമായ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. വലിയ വലിയ മെഗാ ഷോയിലൊക്കെ ബ്ലണ്ടർ അടിച്ചിട്ടേ. ഒരു എക്സാമ്പിൾ പറയാ, ഏറ്റവും അബദ്ധം പറ്റിയ ഒരു സാധനം. അതെ, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടായി പോയി. എനിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം. അത് UK വെച്ചിട്ടൊരു ഷോ, അവിടെ വെച്ചിട്ടൊരു അവാർഡ് നൈറ്റ്. അപ്പൊ അനിൽ കപൂർ ആണ് ഗസ്റ്റ് അല്ല, പുള്ളി ഉണ്ട്. അപ്പൊ പുള്ളി വന്നിട്ട്, നമ്മുടെ ഹിന്ദി നടൻ അനിൽ കപൂർ, അപ്പൊ പുള്ളി വന്നിട്ട് ബെസ്റ്റ് ആക്ടർ ഇന്ന ആളാണെന്ന് അനൗൺസ് ചെയ്യണം. അത് ഏറ്റവും ഹൈപ്പിലാണ്. ഈ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇസ് ലൈക്ക് അങ്ങേറ്റം നമ്മൾ ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. ഞാനാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഷോ കണ്ടിന്യൂസ് പറഞ്ഞ് എന്റെ കിളി എവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാർഡ് കൊണ്ട് തന്നു. അപ്പൊ അനിൽ കപൂറിന് ഞാനത് കൊടുത്തിട്ട് അനിൽ കപൂർ ആണത് വായിക്കേണ്ടത്. അത് പറഞ്ഞു പിടിച്ചു വന്നപ്പോ ഞാനത് അനൗൺസ് ചെയ്തു. അതാണെങ്കിൽ അനിൽ കപൂറിനോട്ട് മനസ്സിലാവണമില്ല. അനിൽ കപൂർ വാട്ട് ഡിഡ് യു സേ? ഞാന് ആൾക്കാര് കൂവാൻ നടക്കുന്നു. അപ്പൊ നമുക്കൊരു സംയമനം നമ്മൾ തിരിച്ചു പിടിക്കുന്നുണ്ടല്ലോ. നമ്മള് വളരെ നൈസായിട്ട് ഇതൊരു ഷൂട്ടാണ്, ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു പ്രിട്ടൻഷനിൽ ഞാനത് കൊടുത്തിട്ട് പറഞ്ഞു റീഡ് ഔട്ട് ദ നെയിം എന്ന് പറഞ്ഞു. പുള്ളി റീഡ് ഔട്ട് ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാനത് നന്നായിട്ട് മാസ്ക് ചെയ്യും, പരിപാടി മാനേജ് ചെയ്യും. അതൊക്കെ തീർത്തും നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അതും ഇതുപോലെ തന്നെ ഈ സെയിം ടീമിന്റെ അവാർഡ്സ് UK വെച്ച് ബർമിംഗ്ഹാമിലെങ്ങാണ്ട് വെച്ചിട്ട്. അപ്പൊ മമ്മൂക്ക, സുൽഫിത്ത് മാം, എന്റെ അമ്മേ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ അത് മാനേജ് ചെയ്തത് കിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ട് തന്റെ സ്ഥാനത്തൊക്കെ ഞാനായിരുന്നെങ്കിൽ എന്നെ വേറെ വല്ലവരും ആയിരുന്നെങ്കിണ്ടല്ലോ സത്യമായിട്ട് അവിടെ നിന്ന് കരഞ്ഞേനെ. കാരണം മമ്മൂക്ക് മുടക്കിയൊന്ന് അത് ഭയങ്കര സീനായിരുന്നു അത്. അപ്പൊ ചാനലിന്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു ദുൽഖറിന് അവാർഡ് കൊടുക്കുന്നത് സുൽഫിത്ത് മാം കൊടുക്കണം. അത് അവരോട് പറഞ്ഞിട്ടും ഇല്ല. മാം അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ വരുന്നത് വളരെ റെയർ ആയിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞാൻ കേറിയിട്ട് ഞാൻ അനൗൺസ് ചെയ്തു ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി സുൽഫിത്ത് മാം വരണം എന്നുള്ളത്. നമുക്ക് എടുത്ത വഴിക്ക് താഴെ നിന്നിട്ട് പുള്ളി ഓൺ ക്യാമറ തന്നെ പറഞ്ഞു പറ്റൂല. നമ്മള് തകർന്ന്. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ തിരിച്ച എക്സ്പ്രഷൻ ഒന്നും കൊടുക്കില്ല, ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം എനിക്ക് എന്റെ തലയിൽ അറിയാം ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഈ ലൈവ് ഓഡിയൻസ് ഇത്ര പേരേ ഉള്ളൂ, പിന്നെ മൊബൈലിൽ പോയാലേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ചളുങ്ങരുത്, നമ്മൾ തളരരുത്. രാമൻകുട്ടി, നമ്മളെ കല്ലെറിയാൻ ഇഷ്ടംപോലെ ആൾക്കാർ, നമ്മൾ തളരരുത്. അത് നോക്കി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ദുൽഖർ നമ്മുടെ കൈ കയറി പിടിച്ച് പോകണ്ടെന്നൊക്കെ, ദുൽഖർ ഇങ്ങനെ പോകണ്ടെന്നുള്ള രീതിയിൽ തടസ്സപ്പെടുത്തി. എല്ലാവരും ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. അപ്പോഴും അവർക്കും അറിയില്ല അവാർഡ് കൊടുക്കേണ്ടത് ദുൽഖറിനാണെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കുടെ മുഖമൊക്കെ ശരിക്കും മാറി. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലൊരു കൈയ്യടി കൊടുത്താൽ സുൽഫിത്ത് മാം വരും. ആൾക്കാർ കൈയടിച്ചു. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നു. ഇവരെല്ലാവരെയും മുഖം അപ്സെറ്റ് ആണ്. എന്നിട്ട് അവാർഡ് അനൗൺസ് ചെയ്തു ദുൽഖറിനാണെന്നുള്ളത്. Then it changed. അപ്പൊ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം വന്നു. ദുൽഖർ വന്നു. ദുൽഖറിനും ഭയങ്കര ഹാപ്പി ആയി. അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ അതൊരു നല്ല മൊമെന്റ് അല്ലേ അത്. അത് ഞാൻ നോക്കുമ്പോ നമുക്ക് അത് വീഡിയോ എടുക്കുന്നു. അതിന് നമുക്ക് വീഡിയോ എടുക്കും. നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അത് ആ സ്പോട്ടിൽ അത് തീർന്നു. അതിന് വീഡിയോ എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന മാതിരി അന്ന് ലേറ്റ് ഒരു ഡിന്നറിന് മാമിന്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ ചെന്ന് സോറി പറയാൻ ചെന്നപ്പോൾ മാം പറഞ്ഞു മോളെ എനിക്ക് അങ്ങനെ ഇച്ചിരി ടെൻഷനൊക്കെ വരും, അതുകൊണ്ടാണ്. പക്ഷെ നല്ലതായിരുന്നു, സന്തോഷം. അയ്യോ ഇതുപോലത്തൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത് ജുവൽ മേരി എന്നാണ്. പക്ഷെ പണ്ടത്തെ ഒരാളുണ്ട് മേരി ജുവൽ, അതാണ് ശരിക്കും പേര്, സ്കൂളിന്റെ പേര്. സ്കൂളിൽ അന്ന് അറിയപ്പെട്ടിരുന്നത് മഹാ തല്ലിപ്പൊളിയായിട്ടുള്ള മഹാകുരുത്തങ്കേടായിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ്. ഓർമ്മയുണ്ട് അന്ത ബാല്യകാലം? ഓഫ് കോഴ്സ് എനിക്ക് അതേ ഓർമ്മയുള്ളൂ. മറക്കാൻ പറ്റാത്ത, അതായത് നമ്മള് ലൈഫിലെ ഏറ്റവും കുരുത്തക്കേട് ചെയ്ത മരണം വരെ മറക്കാത്ത ഒരു ഇൻസിഡന്റ് പറഞ്ഞ എന്തായിരിക്കും? ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യണല്ലേ, ഇങ്ങനെ ഇന്നതൊന്നും ഇല്ല. ഐ വാസ് എ ഗജ പോക്കിരി. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ മനപ്പൂർവ്വം അലമ്പുണ്ടാക്കിയിട്ട് അവരെ ഇറക്കി വിടും. ആദ്യം വരാന്തയിൽ മുട്ടുത്തും, അത് കഴിയുമ്പോൾ അവിടെ എണീപ്പിച്ചു കൊടുത്തു, പിന്നെ കൈ ഒക്കി പിടിച്ചു കൊടുത്തു. അപ്പൊ നേരെ താഴെ പ്രിൻസിപ്പളിന്റെ ഓഫീസ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ തീരെ അവാർഡാണ്. അവര് കുറെ നേരം കണ്ട് അവർക്ക് ബോറടിക്കുമ്പോൾ പിടിച്ച് അവിടെ പിടിച്ചു നിർത്തും, പ്രിൻസിപ്പളിന്റെ വാദിക്ക് നിർത്തും.
നമുക്കൊരു നാണവമാനം ഇല്ലായിരുന്നു ആ സമയത്ത്. ഒന്നുമില്ല, ക്ലാസ് ബോറാണ്. ഒരു റബ്ബർ എടുക്കാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നവനായിട്ട് കീച്ച. അപ്പൊ അവൻ തിരിയും. അപ്പൊ ടീച്ചർ നോക്കുമ്പോ ഒരു അലമ്പ്, സ്റ്റാൻഡപ്പ് മേരിജുവൽ സ്റ്റാൻഡപ്പ്, ആ ബെഞ്ചിൽ ഇരിക്കുന്ന മൊട്ട അവന്മാര് എഴുന്നേറ്റോ പൊക്കോ. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുറെ അലമ്പ് ബോയ്സും അങ്ങനെയാണ്. ഞങ്ങള് ബെഞ്ചിൽ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ക്ലാസ് നടക്കുമ്പോ നമ്മൾ എഴുന്നേറ്റ് കൈയൊക്കെ പൊക്കി പിടിച്ച് നിന്നിട്ടുണ്ട് ക്ലാസ്. ആമ്പിള്ളേരൊക്കെ കയറുമ്പോ നെഞ്ചത്തിരിക്കുവായിരുന്ന ആമ്പിള്ളേരൊക്കെ കയറിയിട്ടേ നമ്മൾ ഇടിക്കുവായിരുന്ന. പിന്നെ ഞാൻ നല്ല അലമ്പായിരുന്നു. അവന്മാരെ എന്നെ ഇടിക്കുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ അങ്ങനെ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവരാരും കൂട്ടിയിട്ടില്ല സത്യം പറഞ്ഞ. അളിയൻ ബന്ധങ്ങൾ അല്ല അലമ്പായിരുന്നു. സസ്പെൻഷൻ ആയിട്ട് കിട്ടേണ്ടി വന്നില്ല. ഞാൻ സ്കൂൾ മാറുമല്ലോ കുറച്ച് കഴിയുമ്പോ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ +2 വരെ നമ്മൾ എത്ര സ്കൂള് മാറിയിട്ടുണ്ട്? 5. സീരിയസ്ലി മാൻ, ഞാൻ ആമ്പിള്ളേരുടെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം. ഇത് അലമ്പ് മാത്രമല്ല, കുറച്ച് ഭയങ്കര ഇമോഷണൽ ട്രോമയൊക്കെ അടിക്കും, പ്രേമൊക്കെ പൊട്ടും. ഞാൻ പിന്നെ ഓരോ സ്കൂളിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്കൂളിൽ പോയി. അതിനെ നന്നാക്കാൻ വേണ്ടി ഒരു സമയത്ത് കൊണ്ട് ഗേൾസ് സ്കൂളിൽ ഇട്ടു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കേക്ക് വൈസ് പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ എന്റെ ഫാദറിന്റെ അടുത്ത് നിന്ന് പറയാ, മോളെ ഒരിക്കലും ആർട്സ് കോളേജിൽ വിടരുത്, ഇവള് തീവ്രവാദിയായി പോകുന്നത്. അങ്ങനെയല്ലേ ഞാൻ നേഴ്സിംഗ് കോളേജിൽ എത്തിയത്. പഠിക്കാനുള്ള കാര്യത്തിൽ പഠിക്കും. നമുക്ക് ദൈവം കുറച്ച് ബുദ്ധി തന്നിട്ടുണ്ട്. ഇത് മൈ ബ്രെയിൻ ഇസ് ആക്ച്വലി വെരി ഗുഡ്. എനിക്ക് 15 ദിവസം മതി എൻറ്റയർ വർഷമൊക്കെ പഠിച്ചു തീർക്കാൻ. അപ്പൊ അവസാനം പോയിട്ട് ഫുൾ അടിച്ച് പഠിച്ച് പാസ്സാവും. നമ്മള് ബിഎസ്സി നഴ്സിംഗ് ആയിരുന്നില്ലേ?